Hello everyone, welcome back to Informative YT. IBPS Institute of Banking Personnel Selection Board യൂണിയൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കനറ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളിലെ 2022-23 വർഷത്തിലേക്കുള്ള വാക്കൻസീസ് നികത്തുന്നതിനായുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ ഏതൊക്കെ ബാങ്കുകളാണ് ഈ റിക്രൂട്ട്മെൻറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നും എത്ര വേക്കൻസീസാണ് കേരളത്തിലുള്ളത് എന്നും ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അതിനു വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിലൂടെ നോക്കാം. IBPS നടത്തുന്ന കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബാങ്കുകളിലെ ഒഴിവുകൾ മാത്രമാണ് ഈ റിക്രൂട്ട്മെൻറ്റിലൂടെ നികത്തപ്പെടുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഇതിലോട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഏതൊക്കെ ബാങ്കുകളാണ് ഈ കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ, കനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, UCO ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധു ബാങ്ക്. ഈ 11 ബാങ്കുകളാണ് IBPSൻ്റെ കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിലെ എല്ലാ ബാങ്കുകളിലും കേരളത്തിൽ ഒഴിവുകൾ ഉണ്ടാകണമെന്നില്ല. കേരളത്തിൽ ഏതൊക്കെ ബാങ്കുകളാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, എത്ര ഒഴിവുകളാണ് എന്നെല്ലാം വീഡിയോയുടെ അവസാനം നമ്മൾ നോക്കുന്നുണ്ട്. അടുത്തത് IBPS ക്ലർക്ക് 2021 എക്സാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് നോക്കാം. ഇതിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടാവുന്നത് 12/7/2021 അതുപോലെ തന്നെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 1/8/2021 അതുപോലെ തന്നെ പ്രീ എക്സാം ട്രെയിനിങ് നടക്കുന്നത് 16/8/2021 മുതലാണ്. പിന്നെ ഓൺലൈൻ എക്സാമിനേഷൻ പ്രിലിമിനറി നടക്കുന്നത് 28/8/2021 മുതലും ഓൺലൈൻ എക്സാമിനേഷൻ മെയിൻസ് നടക്കുന്നത് 31/10/2021 ഈ ഡേറ്റുകളെല്ലാം മാറാൻ ചാൻസ് ഉണ്ട്. കോവിഡ് കാലഘട്ടമായതുകൊണ്ട് ചിലപ്പോൾ ഡേറ്റുകളെല്ലാം എക്സ്റ്റെൻഡ് ചെയ്യാം. കൂടുതലും ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകളിൽ തന്നെ കൃത്യമായി നടക്കാനാണ് ചാൻസ് കൂടുതൽ. ഇനി എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ ആദ്യം നാഷണാലിറ്റി ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മിനിമം 20 വയസ്സും മാക്സിമം 28 വയസ്സുമാണ് പറയുന്നത്. അതായത് 2/7/1993 1/7/2001 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഈ IBPS ക്ലർക്ക് റിക്രൂട്ട്മെൻറ്റിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ മറ്റു റിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറീസിന് അപ്പർ ഏജ് ലിമിറ്റ് റിലാക്സേഷൻ ഉണ്ട്. SC/ST 5 വർഷവും അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് 3 വർഷവും പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് 10 വർഷവുമാണ് ഏജ് റിലാക്സേഷൻ. എക്സ് സർവീസ്മാൻ, ഡിസേർവ്ഡ് എക്സ് സർവീസ്മാൻ തുടങ്ങിയ കാറ്റഗറീസിനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും. അടുത്തത് ഈ IBPS ക്ലർക്ക് 2021 പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ ആവശ്യമായ ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്താണെന്ന് നോക്കാം. ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും എടുത്ത ഒരു ബിരുദമാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് പറയുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലിറ്ററസിയും ഇവർ എസെൻഷ്യലായി പറയുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റിങ്ങും വർക്കിംഗ് നോളേജും തീർച്ചയായും ഇതിന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഡിഗ്രി, ഡിപ്ലോമ അല്ലെങ്കിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ലെവലിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ IT ഒരു സബ്ജക്റ്റായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ നോളേജിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് പ്രിലിമിനറി എക്സാമിനേഷൻ്റെയും മെയിൻ എക്സാമിനേഷൻ്റെയും സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം പ്രിലിമിനറി എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ 3 സബ്ജക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻ, മാക്സിമം 30 മാർക്ക്. ന്യൂമറിക്കൽ എബിലിറ്റി 35 ക്വസ്റ്റ്യൻ, 35 മാർക്ക്. റീസണിങ് എബിലിറ്റി 35 ക്വസ്റ്റ്യൻ, 35 മാർക്ക്. 3 സെക്ഷനും 20 മിനിറ്റ് ആയിരിക്കും ടൈം അലോട്ടഡ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിന്. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂറുമാണ്. അതുപോലെ മെയിൻ എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ മൊത്തം 4 സെക്ഷനാണ് ഉള്ളത്. ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവെയർനെസ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ജനറൽ ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്. റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻ 60 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ഈ 4 സെക്ഷനിൽ 2 സെക്ഷനിൽ 35 മിനിറ്റ് വീതവും ബാക്കി 2 സെക്ഷൻ 45 മിനിറ്റ് വീതവുമാണ് ടൈം അലോട്ടഡ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 190 ക്വസ്റ്റ്യനും 200 മാർക്കിന്. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 160 മിനിറ്റുമാണ്. നിങ്ങൾക്ക് എക്സാം ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ എഴുതാൻ സാധിക്കുന്നതാണ്. ഏതു ലാംഗ്വേജാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനും
നെഗറ്റീവ് മാർക്കുണ്ട്. 4 ക്വസ്റ്റ്യൻ തെറ്റിക്കുകയാണെങ്കിൽ 1 മാർക്കായിരിക്കും ഇവിടെ നെഗറ്റീവായി കട്ടാവുന്നത്. അതായത് ഇവിടുത്തെ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് 0.25 ആണ്. അടുത്തത് ഈ IBPS ക്ലർക്ക് റിക്രൂട്ട്മെൻറ്റിലോട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ www.ibbs.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടാകുന്നത് 12/7/2021 എൻഡ് ആകുന്നത് 1/8/2021 നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് ഈ IBPS ക്ലർക്ക് 2021 നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് അപേക്ഷിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ള ഒരു വീഡിയോ നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് ഈ IBPS ക്ലർക്ക് പോസ്റ്റിലോട്ട് അപേക്ഷിക്കുമ്പോൾ ആവശ്യമായ അപ്ലിക്കേഷൻ ഫീസ് നോക്കുകയാണെങ്കിൽ SC ST PWD എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിന് 175 രൂപയും മറ്റു കാൻഡിഡേറ്റ്സിന് 850 രൂപയുമാണ് അപ്ലിക്കേഷൻ ഫീസായി വരുന്നത്. അടുത്തത് ടോട്ടൽ എത്ര വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നും അതിൽ കേരളത്തിൽ എത്ര വേക്കൻസീസ് ഉണ്ടെന്നും നോക്കാം. ഇന്ത്യയിൽ മൊത്തം 5500-ലധികം വേക്കൻസീസാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ എത്ര വേക്കൻസീസ് ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ നോട്ട് റിപ്പോർട്ടഡ് വേക്കൻസീസാണ്. അതായത് ഇപ്പോൾ നിലവിൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ പിന്നെ റിപ്പോർട്ട് ചെയ്തേക്കാം. അതുപോലെ ബാങ്ക് ഓഫ് ഇന്ത്യ ജനറൽ കാറ്റഗറീസ് 3 വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നോട്ട് റിപ്പോർട്ടഡ് ആണ്. കനറ ബാങ്ക് 2 SC കാറ്റഗറീസിനും OBC കാറ്റഗറീസിന് 6 വേക്കൻസീസും EWS കാറ്റഗറീസിന് 2 വേക്കൻസിയും ജനറൽ കാറ്റഗറിന് 15 വേക്കൻസീസ്, അങ്ങനെ ടോട്ടൽ 25 വേക്കൻസീസാണ് കനറ ബാങ്കിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ SC കാറ്റഗറി 6 വേക്കൻസി, ST കാറ്റഗറി 1, OBC 22, അങ്ങനെ ടോട്ടൽ 29 വേക്കൻസീസാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ബാങ്ക് നോട്ട് റിപ്പോർട്ടഡ് ആണ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് വേക്കൻസീസ് ഒന്നും തന്നെ ഇല്ല. പഞ്ചാബ് നാഷണൽ ബാങ്കിലും നോട്ട് റിപ്പോർട്ടഡ് ആണ്. ഈ നോട്ട് റിപ്പോർട്ടഡ് എന്ന് പറയുന്നത് പിന്നീട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടും. അതുപോലെ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ജനറൽ കാറ്റഗറി 2 വേക്കൻസീസ്, UCO ബാങ്ക് വേക്കൻസീസ് ഒന്നും തന്നെ ഇല്ല. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ SC കാറ്റഗറി 3 വേക്കൻസീസ്, EWS 11, ജനറൽ 68, അങ്ങനെ ടോട്ടൽ 82 വേക്കൻസീസാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ഇതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസീസ് എല്ലാം തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മതിയാകും. നിങ്ങൾ ഈ IBPS ക്ലർക്ക് പോസ്റ്റിലോട്ട് അപേക്ഷിച്ചു കഴിഞ്ഞാൽ എക്സാം സെൻറ്റേഴ്സ് എവിടെയൊക്കെയാണ് ഉണ്ടാകുക എന്ന് നോക്കാം. കേരളത്തിൽ പ്രിലിമിനറി എക്സാമിനേഷന് ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിങ്ങനെയാണ് എക്സാം സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കുക. മെയിൻ എക്സാമിനേഷന് കൊച്ചി, തിരുവനന്തപുരം എന്നീ 2 സെൻറ്റേഴ്സ് മാത്രമായിരിക്കും മെയിൻ എക്സാമിനേഷന് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ IBPS ക്ലർക്ക് റിക്രൂട്ട്മെൻറ്റിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ റിക്രൂട്ട്മെൻറ്റിനെ പറ്റി മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാങ്കിങ് ജോലി ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഓർത്തു വയ്ക്കുക. 12/7/2021 അപ്ലിക്കേഷൻ സ്റ്റാർട്ടാകുന്നത്, എൻഡ് ആകുന്നത് 1/8/2021. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. കാരണം അവസാന ദിവസങ്ങളാവുമ്പോൾ സൈറ്റ് ബിസിയായി അപേക്ഷിക്കാൻ കഴിയാതെ വന്നേക്കാം. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.